തിരുവനന്തപുരം അട്ടക്കുളങ്ങര സെൻട്രൽ ഹൈസ്കൂൾ കോമ്പൗണ്ടിലെ കെട്ടിടം തകർന്നു വീണു. സമഗ്ര ശിക്ഷ കേരളയുടെ ഓഫീസ് കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നത്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ റിപ്പോർട്ട് തേടി. കോർപ്പറേഷൻ ഫിറ്റ്നസ് കൊടുത്ത കെട്ടിടങ്ങളിൽ ഉൾപ്പെടുന്ന കെട്ടിടമല്ല തകർന്നതെന്ന് മേയർ വി രാജേഷ് പ്രതികരിച്ചു. അട്ടക്കുളങ്ങര സർക്കാർ സെൻട്രൽ ഹൈസ്കൂളിന്റെ കെട്ടിടമാണ് തകർന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പല കെട്ടിടങ്ങളായുള്ള സ്കൂളിന്റെ ഒരു കെട്ടിടത്തിന്റെ പകുതിയോളം വരുന്ന ഭാഗമാണ് തകർന്നു വീണത്. ഫിറ്റ്നസ് പരിശോധിക്കേണ്ടത് ഞങ്ങളുടെ അജണ്ടയിൽപ്പെട്ടതല്ല. ഇത് പരിശോധിക്കേണ്ടത് നഗരസഭയുടെ ഈ അക്കാഡമിക് ഇയർ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഫിറ്റ്നസ് കൊടുക്കേണ്ട മാർഗരേഖയിൽ പരിശോധിക്കേണ്ട ഒരു മന്ദിരമല്ല. വീഴ്ച ഉറപ്പാണല്ലോ. ഇങ്ങനൊരു മന്ദിരത്തിന്റെ മേൽക്കൂര ഉൾപ്പെടെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ വലിയൊരു അപകടം ഉണ്ടാകേണ്ട സാഹചര്യമായിരുന്നു. ഓടിട്ട സ്കൂളിന്റെ മേൽക്കൂരയെ താങ്ങി നിർത്തിയ തടി ദ്രവിച്ചതോടെ കെട്ടിടം നിലംപൊത്തുകയായിരുന്നു. ഓടും താഴെയുള്ള സീലിംഗും ഉൾപ്പെടെ പൊളിഞ്ഞ് താഴേക്ക് വീണു. അധ്യാപകരും കുട്ടികളും ജോലി കഴിഞ്ഞ് മടങ്ങിയതിനാൽ ആരും അപകടത്തിൽപ്പെട്ടില്ല. SSKയുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് തകർന്നത്. ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസറുടെയും തൊട്ടടുത്തുള്ളതുമായ മുറികളാണ് തകർന്നു വീണത്. അതിനിടെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ഗുരുതര ആരോപണവുമായി മേയർ വി രാജേഷ് രംഗത്തെത്തി. കഴിഞ്ഞ അധ്യയന വർഷം 3 കോടി മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തി കെട്ടിടമാണ് തകർന്നു വീണതെന്നാണ് മേയറുടെ ആരോപണം. മുൻമന്ത്രി മറുപടി പറയണം. 2020-ലും 2025-ലുമായി ഏകദേശം 3 കോടി രൂപ മുടക്കി പുതുക്കപ്പണിത കെട്ടിടമാണ്. രേഖകളുണ്ട്. ബഹുമാനപ്പെട്ട മുൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്ത് ആന്റണി രാജു അധ്യക്ഷത വഹിച്ചെന്നാണ് ഈ ബിൽഡിങ്ങിൻ്റെ മുൻപിൽ കല്ലിൽ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കെട്ടിടം മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ തകർന്നു വീണതിനെക്കുറിച്ച് കോർപ്പറേഷൻ അന്വേഷണം നടത്തും. കെട്ടിടത്തിന്റെ മറ്റു ഭാഗങ്ങളും പൊളിഞ്ഞു വീഴാൻ പാകത്തിൽ അപകട നിലയിലാണ്. അതിനാൽ തന്നെ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നവരോട് മുൻകരുതലെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. സീലിംഗ് ചെയ്തും പെയിന്റ് അടിച്ചും പുറമേക്ക് മോടി പിടിപ്പിച്ച നിലയിലായിരുന്നു കെട്ടിടമുണ്ടായിരുന്നത്. കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.